എല്ലാവർക്കും ശുഭദിനം. ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി. അമേരിക്കയുടെ സമ്മർദ്ദത്തിനിടയിലും നയതന്ത്രത്തിന് ഒരു അവസരം കൂടി നൽകാനായി ചൈനയും റഷ്യയും അവതരിപ്പിച്ച കരട് പ്രമേയത്തിന്മേൽ സുരക്ഷാ സമിതി ഇപ്പോൾ വോട്ട് ചെയ്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. നിർഭാഗ്യവശാൽ സമിതി അത് നിരസിച്ചു. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് നയതന്ത്രം തടസ്സപ്പെടുന്നത്. സമിതിയെ അഭിസംബോധന ചെയ്തപ്പോൾ ഞാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. 20 വർഷത്തിലേറെയായി ഇറാൻ NPTയിലെ ഉത്തരവാദിത്തമുള്ള അംഗമാണ്. സമാധാനപരമായ ആണവോർജത്തിനുള്ള ഞങ്ങളുടെ അലംഘനീയമായ അവകാശം സുതാര്യതയോടെ ഞങ്ങൾ പിന്തുടർന്നു. 2 വർഷത്തെ ചർച്ചകൾക്ക് ശേഷം 2015 JCPOA അഥവാ ജോയിൻ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന കരാറിൽ എത്തിച്ചേരുകയുണ്ടായി. അത് 2231 പ്രമേയത്തിലൂടെ ഏകകണ്ഠമായി അംഗീകരിക്കപ്പെട്ടതാണ്. ഈ കരാർ ഇറാൻ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന 15 തുടർച്ചയായ റിപ്പോർട്ടുകൾ IAEA പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ സംഘടന പുറപ്പെടുവിച്ചത് പ്രകാരം ഇറാൻ പൂർണ്ണമായും ഈ കരാർ പാലിച്ചു പോരുന്നുണ്ട്. ലോകത്ത് മറ്റൊരു ആണവ പദ്ധതിയും ഇത്രയധികം പരിശോധിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും 2018 2231 പ്രമേയം ലംഘിച്ചുകൊണ്ട് അമേരിക്ക കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറുകയുണ്ടായി. നിയമപരമായ അടിസ്ഥാനമോ ന്യായീകരണമോ അതിനുണ്ടായിരുന്നില്ല. 1 വർഷം കൂടി ഇറാൻ കരാർ പൂർണ്ണമായി പാലിച്ചു പോന്നു എന്നാലോചിക്കണം. അതിനുശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. 1 വർഷം കൂടി ഇറാൻ പൂർണ്ണമായും കരാർ പരിപാലിച്ചു. E3 അഥവാ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇറാൻ നിയമപരമായ ക്രമാനുഗതമായ പരിഹാര നടപടികൾ സ്വീകരിച്ചത്. ഇന്നത്തെ പ്രതിസന്ധി US പിന്മാറ്റത്തിൻ്റെയും യൂറോപ്പിൻ്റെയും നിഷ്ക്രിയത്വത്തിൻ്റെയും നേരിട്ടുള്ള ഫലമാണ്. അമേരിക്കയാണ് നയതന്ത്രത്തെ വഞ്ചിച്ചത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ E3 രാജ്യങ്ങൾ അതിനെ വർഷങ്ങളോളം കുഴിച്ചുമൂടുകയും ചെയ്തു. അമേരിക്കയും E3യിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളും ഇറാൻ്റെ സമാധാനപരമായ പദ്ധതിയെ തെറ്റായിട്ടാണ് പിന്നീട് വ്യാഖ്യാനിച്ചതും ചിത്രീകരിച്ചതും. ഓർക്കണം, NPTക്ക് പുറത്ത് മേഖലയിലെ ഏക ആണവായുധ ശേഖരം ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുമ്പോഴും അവർ ഇസ്രായേലിൻ്റെ തെറ്റായ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. ഈ ഇരട്ടത്താപ്പ് വളരെ വളരെ പ്രകടമാണ്. കൊലപാതകങ്ങളും ഉപരോധങ്ങളും IAEA നിരീക്ഷണത്തിലുള്ള സൗകര്യങ്ങൾക്ക് നേരെയുള്ള ബോംബാക്രമണങ്ങളും ഉണ്ടായിട്ടും ഇറാൻ JCPOAയോ NPTയോ ഇതുവരെ അതിൻ്റെ സുരക്ഷാ ബാധ്യതകളോ ലംഘിച്ചിട്ടില്ല.